നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് വാർത്താമഴയിലേക്ക് സ്വാഗതം. ഞാൻ അമൽ. ഇനി കേരളം ആര് ഭരിക്കും എന്നറിയാൻ ഒരു രാത്രിയുടെ മാത്രം കാത്തിരിപ്പേ ബാക്കിയുള്ളൂ. തിരഞ്ഞെടുപ്പ് ഫലം കാത്ത കേരളം. ഇരുപത്തിയഞ്ച് ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ കേരളം ആര് ഭരിക്കുമെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. നിർണായകമായ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാനിരിക്കെ മുന്നണികളുടെ ചങ്കിടിപ്പേറുകയാണ്. മിക്ക പാർട്ടികൾക്കും നിലനിൽപ്പിന്റെ കൂടി പോരാട്ടമായി വിശേഷിക്കപ്പെട്ട തെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ രാഷ്ട്രീയ കേരളത്തിൽ ഉദ്വേഗം നിറയുകയാണ്. കനൽ ഒരു തരിമതി. രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് സർക്കാരായ പിണറായി ഗവൺമെന്റിനെ കുറിച്ച് ഉള്ള വിശേഷണമാണിത്. കേരളത്തിലെ ഈ കനൽ കെടാതെ കാക്കാൻ നാളെ ജയിച്ചേ മതിയാകൂ. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലം LDFന് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ചെറിയ ഭൂരിപക്ഷത്തിനെങ്കിലും ഭരണം നിലനിർത്താം എന്നാണ് LDF ക്യാമ്പിൻ്റെ ആത്മവിശ്വാസം. മുഖ്യമന്ത്രി നേരിട്ട് ഏർപ്പെടുത്തിയ വിവരശേഖരണ സംവിധാനത്തിൻ്റെ കണക്കാണ് പ്രതീക്ഷയുടെ അടിസ്ഥാനം. ഫലം എതിരായാൽ കേരളത്തിലെ ഇടതുപക്ഷത്ത് കലാപക്കൊടി ഉയരും. പിണറായി യുഗത്തിന് അന്ത്യം കുറിച്ച് CPIMൽ വലിയ പൊളിച്ചെഴുത്തിനും തോൽവി വഴിവെക്കുമെന്ന് തീർച്ചയാണ്. ഇതെല്ലാം ഒഴിവാക്കാൻ LDFന് ജയിച്ചേ മതിയാകൂ. പല ആളുകളും പല രീതിയിലും പറഞ്ഞിട്ടുണ്ട്. 100+ പറഞ്ഞവരുണ്ട്, വനവാസം പ്രഖ്യാപിച്ചവരുണ്ട്, BJPക്ക് 7 മുതൽ 14 വരെ സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞവരുണ്ട്. ഇങ്ങനെ പല പ്രഖ്യാപനങ്ങൾ വന്നപ്പോഴും ഞങ്ങൾക്കൊരു സംശയമില്ല, വലിയ ഭൂരിപക്ഷത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അധികാരത്തിൽ തിരിച്ചു വരാൻ കഴിയും. അധികാര നഷ്ടത്തിൻ്റെ വരണ്ട കാലം കടന്ന് വിജയതീരമണയേണ്ടത് UDFനും നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. തോറ്റാൽ കോൺഗ്രസും മുന്നണിയും വലിയ പ്രശ്നത്തിലാകും. ജയമല്ലാതെ ഒന്നുകൊണ്ടും തൃപ്തിപ്പെടുക വയ്യ. 80 മുതൽ 90 സീറ്റ് വരെ നേടുമെന്നാണ് UDFന്റെ ഉറച്ച പ്രതീക്ഷ. 2014 തുറന്ന BJPയുടെ നിയമസഭാ അക്കൗണ്ട് 2021 പൂട്ടിയതാണ്. 2026 അക്കൗണ്ട് തുറക്കുക മാത്രമല്ല, വോട്ട് വിഹിതം ഗണ്യമായി ഉയർത്തുകയും വേണമെന്നതാണ് NDA മുന്നണിക്ക് മുന്നിലുള്ള വെല്ലുവിളി. ഈ ലക്ഷ്യം നേടാൻ കഴിയാതെ പോയാൽ കേന്ദ്ര നേതൃത്വത്തോട് സമാധാനം പറയേണ്ടി വരും. അങ്ങനെ NDAയ്ക്കും തെരഞ്ഞെടുപ്പ് ഫലം ഏറെ നിർണായകമാകുന്നു. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം മുന്നണികൾക്ക് ഏറെ പ്രധാനപ്പെട്ടതാണ്. പാർലമെന്ററി രാഷ്ട്രീയമല്ല മുഖ്യമെന്നൊക്കെ ഒരു മയത്തിന് തള്ളിയാലും അധികാരമാണ് എല്ലാം. നാളെ ഫലം വരുമ്പോൾ ആര് വാണാലും ആര് വീണാലും അത് കേരള രാഷ്ട്രീയത്തെ സംഭവബഹുലമാക്കും. തിരുവനന്തപുരത്ത് നിന്ന് ഷൈജു ചാവശ്ശേരിക്കൊപ്പം R. ശ്രീജിത്ത്, 24. ഭരണം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കോൺഗ്രസ് കടക്കുകയാണ്. മറ്റന്നാൾ AICC നിരീക്ഷകർ പങ്കെടുക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തോടെ ഈ ചർച്ചകൾക്ക് തുടക്കമാകും. ഭരണം കിട്ടിയാൽ ഈ മാസം 8-നും 10-നും ഇടയിൽ മുഖ്യമന്ത്രിയെ തീരുമാനിച്ച് പ്രഖ്യാപിക്കാനാണ് നീക്കം. 80 മുതൽ 85 സീറ്റിൽ വരെ വിജയിക്കുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടൽ. ഇടതുവിരുദ്ധ തരംഗമുണ്ടായാൽ 95 കടക്കും. ഈ ആത്മവിശ്വാസത്തിലാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ തുടർ നടപടികളിലേക്ക് കോൺഗ്രസ് കടന്നത്. മറ്റന്നാൾ AICC നിരീക്ഷകർ പങ്കെടുക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത്. യോഗത്തിൽ MLA-മാരുടെ അഭിപ്രായം തേടും. ബുധനാഴ്ച ഘടകകക്ഷികളുമായുള്ള യോഗം. 7 നേതാക്കൾ ഡൽഹിയിലെത്തി ഹൈക്കമാൻഡുമായി ചർച്ച നടത്തും. MLA-മാർക്ക് പുറമെ ഭാരവാഹികളുടെയും മുതിർന്ന നേതാക്കളുടെയും ഘടകകക്ഷികളുടെയും അഭിപ്രായം തേടും. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യുവ വനിതാ പ്രാതിനിധ്യം ഉൾപ്പെടുത്തി 3-ൽ കൂടുതൽ പേരുകൾ പരിഗണനയ്ക്ക് വരട്ടെ എന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ്. 8-നും 10-നും ഉള്ളിൽ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചു പ്രഖ്യാപിക്കാനാണ് തീരുമാനം. കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മളുടെ കമ്മിറ്റികൾ നൽകുന്ന റിപ്പോർട്ട്, മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ട്, ജനങ്ങളുടെ പ്രതികരണം, ഇതെല്ലാം നല്ല കോൺഫിഡൻസിന് വക നൽകുന്നുണ്ട്. ഇന്നും VD സതീശനായി സംസ്ഥാനത്ത് അങ്ങിങ്ങ് ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. പട നയിച്ചവൻ നാടു നയിക്കട്ടെ എന്നതുൾപ്പെടെയുള്ള വാചകങ്ങളാണ് ഫ്ലെക്സുകളിൽ. ഹരിപ്പാട് സ്ഥാപിച്ച ഫ്ലെക്സ് പിന്നാലെ അജ്ഞാതർ നശിപ്പിച്ചു. സതീശനായി ഫ്ലെക്സെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കായി കുർബാനയാണ്. പരുമലപ്പള്ളിയിൽ പള്ളിപ്പാട് മണ്ഡലം പ്രസിഡന്റ് സിജോ കുഞ്ഞാണ്ടിയാണ് കുർബാന നേർന്നത്. എന്നാൽ മുഖ്യമന്ത്രി ചർച്ചകളിൽ പ്രതികരിക്കാൻ സതീശനും ചെന്നിത്തലയും തയ്യാറായില്ല. നാളെ 8 മണിക്ക് വോട്ട് എണ്ണൽ ആരംഭിക്കുകയാണ്. അതിനു മുമ്പായി എന്തെങ്കിലും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. UDFന് നല്ല വിജയം ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. എന്തായാലും VD സതീശനെ അനുകൂലിച്ച് ഇപ്പോഴും ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇപ്പോൾ തൊടുപുഴ വെങ്ങല്ലൂരിൽ VD സതീശനെ അനുകൂലിച്ചൊരു ഫ്ലെക്സ് ബോർഡ് ഉയർന്നിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. കേരളം ജയിച്ചു, ഇനി VDS നയിക്കുമെന്ന ഫ്ലെക്സാണ് പ്രത്യക്ഷപ്പെട്ടത്. രാഹുൽ വിജയനുണ്ട് ഇടുക്കിയിൽ നിന്നും വിവരങ്ങളുമായി. രാഹുൽ, വീണ്ടും നേരത്തെ തൊടുപുഴയിൽ സതീശനെ അനുകൂലിച്ച് രാവിലെ ഒരു ഫ്ലെക്സ് ബോർഡ് കണ്ടിരിക്കുന്നു, ഇപ്പോൾ വീണ്ടും വന്നിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ?
വി.ഡി. സതീശന് വേണ്ടി ഫ്ലെക്സ് സ്ഥാപിക്കുന്നതിൽ തൊടുപുഴ 1-ാം സ്ഥാനത്തേക്ക് കുതിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോൺഗ്രസ് പ്രവർത്തകർ അത്ര ആവേശത്തോടു കൂടിയാണ് ഈ ഫ്ലെക്സ് സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നത്. നിലവിൽ വെങ്ങല്ലൂരിലാണ് ഈ ഫ്ലെക്സ്, കൂറ്റൻ ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. തൊടുപുഴ ബ്ലോക്ക് സെക്രട്ടറി റഷീദ് ഉൾപ്പെടെ ചേർന്നാണ് ഈ ഫ്ലെക്സ് ഉയർത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസങ്ങൾക്ക് ഫ്ലെക്സ് ഉയർന്നിരുന്നുവെങ്കിലും അതിന് ഉടമസ്ഥൻ ഉണ്ടായിരുന്നില്ല. ആരാണ് സ്ഥാപിച്ചതെന്നുള്ള കൃത്യമായിട്ടുള്ള അറിവ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ആളുകൾ, പ്രവർത്തകർ ഈ ഫ്ലെക്സ് സ്ഥാപിച്ചതിന് ശേഷം ഈ ഫ്ലെക്സിന് മുമ്പിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പട നയിച്ചവൻ നാട് നയിക്കട്ടെ, കേരളം ജയിച്ചു, VDS നയിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ ഫ്ലെക്സിൽ ഉണ്ട് എന്നുള്ളതാണ്. അനുഭവം, ആത്മാർത്ഥത, ആത്മവിശ്വാസം എന്നീ വാചകങ്ങളും വി.ഡി. സതീശന് വേണ്ടി ആ ഫ്ലെക്സിൽ എഴുതി ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആവേശകരമായ രീതിയിൽ തന്നെ ഫ്ലെക്സ് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് വി.ഡി. സതീശന് വേണ്ടി തൊടുപുഴയിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമൽ. ശരി, എന്തായാലും തൊടുപുഴയിൽ വീണ്ടും വി.ഡി. സതീശനെ അനുകൂലിച്ചൊരു ഫ്ലെക്സ് ബോർഡ് കൂടി വന്നിരിക്കുന്നു. രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ഇനി മണിക്കൂറുകൾ മാത്രമേയുള്ളൂ. തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് വി.ഡി. സതീശൻ. മുഖ്യമന്ത്രിയായി തിരിച്ചു വരുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് വി.ഡി. സതീശൻ പ്രതികരിച്ചില്ല. യാത്രാമധ്യേ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ കണ്ടുമുട്ടിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോടും വി.ഡി. സതീശൻ സൗഹൃദ സംഭാഷണം നടത്തി. തെരഞ്ഞെടുപ്പ് പ്രതീക്ഷയെക്കുറിച്ചുള്ള ചോദ്യത്തിന് നാളെ പെട്ടി സംസാരിക്കട്ടെ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. നാളെ പെട്ടി സംസാരിക്കട്ടെ. എക്സിറ്റ് പോളും പ്രവചനങ്ങളും എതിരെങ്കിലും നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും ഭരണത്തിൽ തുടരാനാകുമെന്നാണ് LDFന്റെ പ്രതീക്ഷ. ഭരണവിരുദ്ധ വികാരമില്ലെന്ന് എക്സിറ്റ് പോളുകൾ ചൂണ്ടിക്കാട്ടി നേതാക്കൾ പറയുന്നുണ്ട്. രാജ്യത്തെ അവശേഷിക്കുന്ന ഏക ഇടതു സർക്കാരിനെ നിലനിർത്താൻ LDFന് ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചേ തീരൂ. ഭരണ തുടർച്ചയിൽ പ്രതീക്ഷ കൈവിടാതെയാണ് LDF നീക്കങ്ങൾ. എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ അവഗണിക്കുന്നില്ലെങ്കിലും നേരിയ ഭൂരിപക്ഷത്തിലെങ്കിലും ഭരണം തുടരാനാകുമെന്ന കണക്കുകൂട്ടലിലാണ് LDF ക്യാമ്പ്. 75 സീറ്റാണ് LDFന്റെ കണക്കിലുള്ളത്. 60 സീറ്റുകളിൽ വിജയം ഉറപ്പെന്നാണ് വിലയിരുത്തൽ. 10ലേറെ സീറ്റുകളിൽ മേൽക്കൈ ഉണ്ടാകുമെന്നും കരുതുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും എന്നുള്ള ഉറച്ച നിലപാട് തന്നെയാണ് CPMനുള്ളത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത്. അതുകൊണ്ട് ഒരാശങ്കയുടെ പ്രശ്നം ഞങ്ങൾ ഭാഗത്തില്ല. അവർക്ക് 100-ഓ 100-ലധികമോ സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് പന്തലിടുന്നുണ്ടെങ്കിൽ അത് അവരുടെ കാര്യം, അത് അവരാണ് വിശദീകരിക്കേണ്ടത്. 3 പേര് കിടന്ന് യുദ്ധമാണ്. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, യുദ്ധ പരമ്പരയാണ്. ഹൈക്കമാൻഡ് പലവട്ടം പറഞ്ഞു, ലോ ആയിട്ട് നിൽക്കാൻ പറഞ്ഞു, ബഹളം വെക്കല്ലേ എന്ന് പറഞ്ഞു. എന്നിട്ടും ആരും കേൾക്കാൻ. അത്ര ഒരു പാർട്ടിക്ക് ഇങ്ങനെ പറയാൻ വല്ല അർഹതയുണ്ടോ? ജയിക്കട്ടെ തോൽക്കട്ടെ, കോൺഗ്രസ് ആദ്യം സ്വന്തം വീട് വൃത്തിയാക്കണം. ന്യൂനപക്ഷ ഏകീകരണം UDFന് അനുകൂലമാകുമെന്ന വിലയിരുത്തലുകൾ തള്ളുകയാണ് നേതാക്കൾ. ഭരണവിരുദ്ധ വികാരമില്ലെന്ന എക്സിറ്റ് പോളുകൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതികരണം. ഇവിടെ ന്യൂനപക്ഷം എന്നല്ല, എല്ലാ ജനവിഭാഗങ്ങളും ഭരണത്തെക്കുറിച്ച് വിലയിരുത്തിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ എക്സിറ്റ് പോളിലും ഭരണവിരുദ്ധ വികാരമെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. എക്സിറ്റ് പോളിൽ പറയുന്നില്ലെങ്കിൽ എന്തായിരിക്കും എൻ്റെ സ്ഥിതി? കാരണം ഏറ്റവും ആദ്യം പറയുക എക്സിറ്റ് പോളിലാണല്ലോ ആളുകളോട്. അപ്പോൾ പൊതുവെ LDF ഭരണം തുടരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. പേരാവൂർ നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ കാൽക്കുലേഷൻ. അത് ചിലപ്പോൾ ഒരു 3000-ന് മേലെ വോട്ടിന് ആവാം എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങളുടെ ഒരു കാൽക്കുലേഷനിൽ കാണുന്നത്. ബാക്കി വോട്ടെണ്ണി കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. തൃശൂർ, പാലക്കാട്, തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, ആലപ്പുഴ ജില്ലകളിൽ ആധിപത്യം ഉണ്ടാകുമെന്നാണ് LDF കണക്കുകൂട്ടൽ. BJP ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളിൽ അത്ഭുതങ്ങൾ ഉണ്ടാകില്ലെന്നും നേതാക്കൾ പറയുന്നു. പരാജയപ്പെട്ടാൽ ഒരു സംസ്ഥാനത്ത് പോലും ഭരണമില്ലാത്തവരായി ഇടതുപക്ഷം മാറും. കേരളത്തിലെ ഭരണത്തുടർച്ച ദേശീയ തലത്തിൽ CPIMനും CPIക്കും അനിവാര്യമാണ്. 24 തിരുവനന്തപുരം. കേരള നിയമസഭയിൽ ഇത്തവണ വ്യക്തമായ സ്വാധീനമാകാൻ BJPക്ക് കഴിയുമോ? എക്സിറ്റ് പോളുകൾ ആ ഫലങ്ങളുടെ ആത്മവിശ്വാസത്തിൽ കേരളത്തിൽ വീണ്ടും താമര വിരിയുമെന്ന് ഉറപ്പിക്കുകയാണ് NDA ക്യാമ്പ്. 20% മുകളിലേക്ക് വോട്ട് ഷെയർ ഉയർത്താനാകുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. കൃത്യമായ മുന്നൊരുക്കങ്ങൾ, മുൻകൂട്ടി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് ആദ്യഘട്ട വോട്ടഭ്യർത്ഥന. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഉൾപ്പെടെ താരപ്രചാരകർ കൂട്ടത്തോടെ എത്തിയ പ്രചാരണം. ഒടുവിൽ എക്സിറ്റ് പോളിൽ 3 മുതൽ 14 സീറ്റുകൾ വരെ പ്രതീക്ഷ. സന്തോഷത്തിലാണ് NDA ക്യാമ്പ്. നിയമവും കഴക്കൂട്ടവും ബൂത്ത് തല വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഉറപ്പിക്കുന്നു. ഭൂരിപക്ഷം ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് കഴക്കൂട്ടത്തെ NDA സ്ഥാനാർത്ഥി V മുരളീധരൻ. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളുടെ ഇടയിൽ തന്നെ ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ, ജനങ്ങൾ
ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ട് വിധി എഴുതാൻ തയ്യാറെടുക്കുന്ന ഒന്നായിരുന്നു. പോളിംഗിന് ശേഷവും ഞങ്ങൾക്ക് അതേ ഒരു വിലയിരുത്തലാണ് BJPയുടെ പാർട്ടി ഘടകങ്ങൾ നടത്തിയിട്ടുള്ളത്. BJP അക്കൗണ്ട് തുറക്കുമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. പാലക്കാട്, മഞ്ചേശ്വരം, ആറന്മുള, ചാത്തന്നൂർ, തൃശൂർ, തിരുവനന്തപുരം ഇങ്ങനെ വിജയ സാധ്യതയുള്ള സീറ്റുകൾ ഒപ്പം നിന്നുവെന്നും വിലയിരുത്തൽ. ആറന്മുളയിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെന്ന് NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ 24-നോട്. ഓരോ ദിവസം ചെല്ലുന്തോറും ആത്മവിശ്വാസം വർദ്ധിച്ചു വരികയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷമാണല്ലോ ഈ കിട്ടിയ ഇടവേളയിലാണ് ബൂത്ത് അടിസ്ഥാനത്തിലുള്ള അവലോകനങ്ങൾ നടന്നത്. അപ്പോൾ അതിൽ നിന്നും എനിക്ക് കിട്ടിയ വലിയൊരു ബോധ്യമുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുമെന്നുള്ളതാണ്. ഭരണവിരുദ്ധ തരംഗമുണ്ടായതിൽ നായർ ഈഴവ വോട്ടുകൾ BJPയിലേക്ക് വന്നുവെന്ന് കണക്കുകൂട്ടുന്നു. എന്നാൽ മധ്യകേരളത്തിൽ ക്രിസ്ത്യൻ സാമുദായിക വോട്ടുകൾ നേടാനുള്ള ശ്രമം പ്രതീക്ഷിച്ച വിജയം കണ്ടില്ലെന്നാണ് പാർട്ടിയിലെ പൊതുവികാരം. 24 കൊച്ചി. ഇനിയിപ്പോൾ വരുന്നൊരു അപകട വാർത്തയിലേക്കാണ്. കോഴിക്കോട് ഊർക്കടവിൽ ബൈക്കും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. പെരുമണ്ണ സ്വദേശി സായ് ശങ്കറാണ് മരിച്ചത്. അനീഷ് ദേവസിയുണ്ട് കോഴിക്കോട് നിന്ന്. അനീഷ്, എപ്പോഴായിരുന്നു ഈ അപകടം? വിവരങ്ങൾ എന്തൊക്കെയാണ്? രാത്രി 8:30യോടെയാണ് ഈ കോഴിക്കോട് മാവൂർ ഊർക്കടവ് പാലത്തിന് സമീപം അപകടം നടന്നത്. എടവണ്ണപ്പാറയിൽ നിന്നും കോഴിക്കോട്ടേക്ക് വരെയായിരുന്ന സ്വകാര്യ ബസും എതിർ ദിശയിലേക്ക് പോയിരുന്ന ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഈ ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് യാത്രികനായ മഞ്ചേരി സ്വദേശി സായ് ശങ്കർ റോഡിലേക്ക് തെറിച്ചു വീഴുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഉടൻ തന്നെ ഈ പരിസരത്തുണ്ടായിരുന്നവർ ചേർന്ന് ഈ സായ് ശങ്കറിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഈ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. നിലവിൽ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അമൽ. ശരി, അനീഷ് ദേവസിയാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. അന്തരിച്ച പൊതുപ്രവർത്തകൻ ഡിജോ കാപ്പന് വിട നൽകി നാട്. പാലായിലെ ചെറുപുഷ്പം പള്ളിയിൽ ഔദ്യോഗിക ബഹുമതികളോട് കൂടിയായിരുന്നു സംസ്കാരം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള നിരവധി പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. ആത്മാവിനോട് കരുണ തോന്നണമേ. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പൊതുജനത്തിനു വേണ്ടി രാഷ്ട്രീയം മാറ്റിവെച്ച നേതാവ്. ആ വിയോഗം വലിയൊരു വിടവാണ് കേരള സമൂഹത്തിലുണ്ടാക്കിയത്. അവസാനമായി ഒരു നോക്ക് കാണാൻ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത് ആയിരങ്ങൾ. ഇന്നലെ വൈകുന്നേരം 4 മണി മുതൽ തുടങ്ങിയ പൊതുദർശനം ഇന്ന് 3 മണി വരെ നീണ്ടു. സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ എന്നുവേണ്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. മൂന്ന് മണിയോടെ പാലക്കാട് ചെറുപുഷ്പം പള്ളിയിലേക്ക് മൃതദേഹം കൊണ്ടുപോയി. സംസ്കാര ശുശ്രൂഷകൾക്ക് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് നേതൃത്വം നൽകി. 4:30യോടെ സംസ്കാരം. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടായിരുന്നു സംസ്കാരം. ഏതാനും മാസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്ത് വെച്ചുണ്ടായ കാർ അപകടത്തിൽ പരിക്കേറ്റ ഡിജോ കാപ്പൻ ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ചയാണ് അന്തരിച്ചത്. 24 കോട്ടയം. ഡോക്ടർ ഗീവർഗീസ് യോഹന്നാന് ഓർഡർ ഓഫ് സെന്റ് ജോർജ് അവാർഡ് സമ്മാനിച്ചു. കോട്ടയം പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ നടന്ന ചടങ്ങിലാണ് അവാർഡ് സമ്മാനിച്ചത്. സമൂഹത്തിന് അസാധാരണ സേവനം നൽകുന്ന വ്യക്തിത്വങ്ങൾക്കാണ് എല്ലാ വർഷവും മെയ് 3-ന് ഈ ബഹുമതി സമ്മാനിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.